മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം വലിയ പൊട്ടിത്തെറിയാണ് മുസ്ലിം ലീഗിൽ ഉണ്ടാക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ഒരു വിഭാഗം പാണക്കാട് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും എടുത്തിരിക്കുന്ന തീരുമാനം മറുവിഭാഗം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. UDF നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളോടൊപ്പം ചേർന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയും പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ചേർന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ ആ തീരുമാനത്തെ പൂർണ്ണമായി തള്ളുന്നു ET മുഹമ്മദ് ബഷീർ, MK മുനീർ, KM ഷാജി എന്നിവരടങ്ങുന്ന മറുവിഭാഗം. ആ വിഭാഗത്തെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അണികൾ രംഗത്ത് വരുന്നു. എന്ന് വെച്ചാൽ പാണക്കാട് തങ്ങളെ പോലും തള്ളിപ്പറയാൻ മുസ്ലിം ലീഗിൽ ഒരു വിഭാഗം തയ്യാറെടുത്ത് നിൽക്കുന്നു. എന്ന് വെച്ചാൽ പാണക്കാട് കുടുംബത്തിന്റെ അപ്രമാദിത്വത്തെ മുസ്ലിം ലീഗിന്റെ അണികൾ ചോദ്യം ചെയ്യുന്നു എന്നർത്ഥം. പൊട്ടിത്തെറി എന്നല്ലാതെ ഇതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ കഴിയുക? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നല്ലേ? ഇതാ കോഴിക്കോട് വന്ന പോസ്റ്ററുകൾ മാത്രം മതി. PK കുഞ്ഞാലിക്കുട്ടിക്കും പാണക്കാട് തങ്ങൾക്കുമെതിരെ ഉയർന്നു വന്ന പോസ്റ്ററുകൾ. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് പോസ്റ്റർ ഒട്ടിക്കുന്നത്. മുസ്ലിം ലീഗിലൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ സംഭവങ്ങളാണ് നടന്നു വരുന്നത് എന്നർത്ഥം. എന്താണ് പോസ്റ്റർ? മുനവറി തങ്ങളെ വിളിക്കൂ, മുസ്ലിം ലീഗിനെ രക്ഷിക്കൂ. മുനവറലി തങ്ങളെ വിളിക്കൂ, മുസ്ലിം ലീഗിനെ രക്ഷിക്കൂ എന്ന്. മുനവറലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായി ഏറെക്കാലം കേരളത്തിലെ മുസ്ലിം ലീഗിനെ നയിച്ച ആളാണ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിന്റെ മകനാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായ മുനവറലി തങ്ങൾ. അദ്ദേഹത്തെ വിളിക്കൂ, മുസ്ലിം ലീഗിനെ രക്ഷിക്കൂ എന്നാണ് വലിയ പോസ്റ്ററായി ഒട്ടിച്ചിരിക്കുന്നത്. തങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതുമാത്രമല്ല, ഞാനും അപ്പൻ തമ്പുരാനും സുഭദ്രയും പോലെ ലീഗ് ഒരു തറവാട്ട് ട്രസ്റ്റ് അല്ല എന്നുകൂടി പോസ്റ്ററിൽ എഴുതി വെക്കുന്നു. ഒരാളും പടുത്തുണ്ടാക്കിയതല്ല, ഒറ്റുകാർ വഴിമാറുക, പുതുതലമുറ പാർട്ടിയെ നയിക്കട്ടെ. ഇതാണ് മറ്റൊരു പോസ്റ്റർ. വഖഫ് സ്വത്ത് കട്ടെടുത്തവരെയും കൂട്ടുനിന്നവരെയും സമുദായം വെറുതെ വിടില്ല. അതാണ് മറ്റൊരു പോസ്റ്റർ. മുനവറലി തങ്ങളെ വിളിക്കൂ, മുസ്ലിം ലീഗിനെ രക്ഷിക്കൂ എന്ന് പോസ്റ്റർ. എന്ന് വെച്ചാൽ മുനവറലി തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് യുവജന വിഭാഗം, പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെയും PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും നീക്കം ആരംഭിച്ചിരിക്കുന്നു എന്നർത്ഥം. ആരാണ് ഈ പോസ്റ്ററിന് പിന്നിൽ? അത് കണ്ടെത്തുമെന്നാണ് മുനവറലി തങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. മുനവറലി തങ്ങൾക്ക് പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ സമുന്നതനായ നേതാവായ സാദിഖ് അലി തങ്ങൾക്കെതിരെ ഒരു വിമർശനം ഉയർന്നു വന്നാൽ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് അദ്ദേഹം ചെയ്തു. അദ്ദേഹം പ്രസ്താവനയുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ആരാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചത് എന്ന് കണ്ടെത്തും, അവർക്കെതിരെ നടപടിയെടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്തരമൊരു പോസ്റ്റർ വരാനുണ്ടായ സാഹചര്യമുണ്ട്, രാഷ്ട്രീയ സാഹചര്യമുണ്ട്. പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ്, സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളെ, മുസ്ലിം ലീഗിനെ എത്രയോ കാലമായി സ്വന്തം കയ്യിലിട്ട് കൊണ്ടു നടക്കുന്ന PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയാണ് വിമർശനം പോസ്റ്ററിന്റെ രൂപത്തിൽ ഉയർന്നു വന്നത് എന്നുറക്കണം. എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളല്ല മുസ്ലിം ലീഗിൽ നടക്കുന്നത് എന്നർത്ഥം. പിന്നീട് മറ്റൊരു പോസ്റ്ററുണ്ട്. അതിങ്ങനെയാണ്: ബാർ മുതലാളിമാരെയും റിസോർട്ട് മാഫിയകളെയും തൃപ്തിപ്പെടുത്താനല്ല, സമുദായ താല്പര്യം സംരക്ഷിക്കാനാണ് പാർട്ടി. ബാഫക്കി സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു പോസ്റ്റർ കൂടി ഒട്ടിച്ചിട്ടുണ്ട്. ഞാനും അപ്പൻ തമ്പുരാനും സുഭദ്രയും പോലെ ലീഗ് ഒരു തറവാട്ട് ട്രസ്റ്റ് അല്ല, ഒറ്റയ്ക്കൊരാളും പടുത്തുണ്ടാക്കിയതുമല്ല, ഒറ്റുകാർ വഴിമാറുക, പുതുതലമുറ പാർട്ടിയെ നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റർ. ഇങ്ങനെയുള്ള പോസ്റ്റർ കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ ഓഫീസിന് മുന്നിൽ വരിക എന്ന് വെച്ചാൽ അത് ചെറിയ കാര്യമല്ല, ചെറിയ പ്രശ്നവുമല്ല. അത് വലിയ പ്രശ്നം, പൊട്ടിത്തെറി മുസ്ലിം ലീഗിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ്. എവിടെ നിൽക്കണം മുനമ്പം ഭൂമി പ്രശ്നത്തിൽ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് മുസ്ലിം ലീഗിൽ ഉയർന്നു വരുന്നത്. മുനമ്പം ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പരസ്യമായി പ്രഖ്യാപിച്ചു. അത് തെറ്റാണ് എന്ന് മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നു. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം അത് പൂർണ്ണമായും തള്ളിക്കൊണ്ട് രംഗത്ത് വന്നു. ET മുഹമ്മദ് ബഷീർ ദില്ലിയിൽ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞു, വഖഫ് ഭൂമി തന്നെ. അദ്ദേഹം പറയുകയാണ്, മുനമ്പം ഭൂമി വഖഫ് ഭൂമി തന്നെയാണ്. അത് ഏറ്റുപിടിക്കുന്നു KA ഷാജി. അത് ഏറ്റുപിടിക്കുകയല്ല. KA ഷാജി ആദ്യം ഒരു പ്രസംഗത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ തള്ളിപ്പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു, മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന്. ഞങ്ങളുടെ അഭിപ്രായം അതല്ല എന്ന് പറയുന്നു. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം അതല്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് KM ഷാജി രംഗത്ത് വന്നത്. അപ്പോൾ തന്നെ അന്ന് വൈകുന്നേരം തന്നെ PK കുഞ്ഞാലിക്കുട്ടി KM ഷാജിയെ തള്ളിപ്പറയുന്നു. KM ഷാജിയെ തള്ളിപ്പറഞ്ഞ PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിനെ പിന്തുണച്ച് പാണക്കാട് സാദിഖ് അലി തങ്ങൾ രംഗത്ത് വരുന്നു. അതിന് തൊട്ടടുത്ത നിമിഷം ET മുഹമ്മദ് ബഷീർ ദില്ലിയിൽ മാധ്യമങ്ങളെ കണ്ടു പറയുന്നു, വഖഫ് ഭൂമി തന്നെ എന്ന്.
ഇത് ലീഗിനകത്ത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത സംഭവങ്ങളാണ്. ലീഗിന്റെ ചരിത്രത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ പാണക്കാട് തങ്ങൾക്കെതിരെ ഒരു നീക്കവും, സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരു നീക്കവും, ഒരു വാക്കുപോലും ഉരിയാടാൻ ലീഗ് പ്രവർത്തകർ തയ്യാറാകാറില്ല. അവിടെയാണ് ഈ പൊട്ടിത്തെറി എന്നോർക്കണം. അത് UDF തന്നെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. കാരണം VD സതീശൻ പറഞ്ഞത് വഖഫ് ഭൂമി അല്ല എന്നാണ്. അതാണ് തള്ളിപ്പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗിലെ ഒരു വലിയ വിഭാഗം. അതിനോട് ആദ്യം യോജിപ്പ് പ്രകടിപ്പിക്കാത്ത പാണക്കാട് സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പിന്നീട് ഞങ്ങളാരും വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നിടത്തേക്ക് വരേണ്ടി വന്നു, എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ ഒരു വലിയ വിഭാഗം ET മുഹമ്മദ് ബഷീർ അടക്കമുള്ളവർ പറയുന്നതിലേക്ക് PK കുഞ്ഞാലിക്കുട്ടിക്കും സംസ്ഥാന അധ്യക്ഷനും വരേണ്ടി വന്നു എന്നർത്ഥം. പിന്നീട് അവർ പറഞ്ഞത് അവിടെ മാനുഷികമായ മറ്റൊരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കണം, അതും കൂടി കണ്ടുകൊണ്ട് വേണം തീരുമാനമെടുക്കാൻ എന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു. അതിനോട് എല്ലാവരും യോജിക്കുന്നുണ്ട്, അതിന് യാതൊരു തർക്കവും എവിടെയുമില്ല. പക്ഷെ വഖഫ് ഭൂമി അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ VD സതീശൻ എന്തിനാണ് ഇത്രമാത്രം ഇറങ്ങി പുറപ്പെടുന്നത്, എന്തിനാണ് ഇത് വലിയ പ്രശ്നമാക്കി മാറ്റുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിൽ വലിയ പ്രതിഷേധം ലീഗ് അണികൾക്കും പ്രവർത്തകർക്കുമുണ്ട്. അത് ഏത് രൂപത്തിൽ നാളെ പ്രതിഫലിക്കും എന്നത് അറിയാൻ കഴിയില്ല. ആ നിലപാടിൽ നിന്ന് ഇതുവരെയും VD സതീശൻ മാറാൻ തയ്യാറായിട്ടില്ല. VD സതീശനെ തന്നെ മാറ്റുമോ അദ്ദേഹത്തിന്റെ ഈ നിലപാട്, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുമോ അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായം എന്നാണ് ഇനി അറിയാനുള്ളത്.